ഹായ് നമസ്കാരം. വോയിസ് ഓഫ് മുജിബിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. സൂപ്പർ 8-ൽ സൗത്ത് ആഫ്രിക്ക ഇന്ത്യക്കെതിരെ ആധികാരിക വിജയം നേടിയിരിക്കുന്നു. ടോസ് ലഭിച്ച സൗത്ത് ആഫ്രിക്ക ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. എന്നാൽ സൗത്ത് ആഫ്രിക്ക തിരഞ്ഞെടുത്ത തീരുമാനം പാളിപ്പോയി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു അവരുടെ തുടക്കം. പവർ പ്ലേ 4 ഓവർ പിന്നിടുമ്പോഴേക്ക് 20 റൺസിന് ക്യാപ്റ്റൻ ഐഡൻ മർക്രം അടക്കം 3 വിക്കറ്റുകൾ നഷ്ടമാകുന്നു. ബുംറയുടെ മാജിക്കൽ ഓവറുകൾ അതിനെ അതിജീവിക്കാൻ കരുത്തുണ്ടായിരുന്നില്ല സൗത്ത് ആഫ്രിക്കയ്ക്ക്. പക്ഷേ പിന്നീടാണ് സൗത്ത് ആഫ്രിക്കയെ രക്ഷപ്പെടുത്തിയ പാർട്ട്ണർഷിപ്പ് പിറക്കുന്നത്. ഡെവാൽ ബ്രേവിസും ഡേവിഡ് മില്ലറും. മില്ലർ ശരിക്കും കില്ലറായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. ഇരുവരും 50 ബോളുകളിൽ 96 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പാണ് പടുത്തുയർത്തിയത്. ഇന്ത്യക്ക് മത്സരം കൈവിട്ടതും അവിടെ തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഡെവാൽ ബ്രേവിസ് 29 പന്തുകൾ നേരിട്ട് നേടിയത് 45 റൺസ്. 3 സിക്സുകളും 3 ഫോറുകളും ആ ഇന്നിങ്സിൽ അടങ്ങിയിരുന്നു. ഡേവിഡ് മില്ലർ 35 പന്തുകൾ നേരിട്ട് 63 റൺസാണ് നേടിയത്. 3 സിക്സുകളും 7 ഫോറുകളുമായിരുന്നു മില്ലറിൻ്റെ ഇന്നിങ്സിൽ അടങ്ങിയത്. ട്രിസ്റ്റാൻ സ്റ്റബ്സ് വാലറ്റത്തെ കൂട്ടുപിടിച്ച് നടത്തിയ 24 പന്തിൽ 44 റൺസ്, 3 സിക്സുകളും 1 ഫോറുമായിരുന്നു. 20 ഓവർ പൂർത്തിയാകുമ്പോൾ സൗത്ത് ആഫ്രിക്ക നേടിയത് 7 വിക്കറ്റ് നഷ്ടത്തിൽ 187. വേൾഡ് കപ്പ് തുടങ്ങും മുന്നേയുള്ള വിലയിരുത്തലിൽ വ്യക്തമായി പറഞ്ഞിരുന്നു, വരുൺ ചക്രവർത്തി എന്ന ബൗളർ എവിടെ പരാജയപ്പെടുന്നുവോ അവിടെ ഇന്ത്യ പരാജയം മണക്കുമെന്ന്. ഇന്ന് സംഭവിച്ചതും അതുതന്നെയാണ്. 4 ഓവർ ബൗൾ ചെയ്ത വരുൺ ചക്രവർത്തി ഇന്ന് വിട്ടുകൊടുത്തത് 47 റൺസാണ്. 1 വിക്കറ്റ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. 188 എന്ന ടാർഗറ്റിലേക്ക് ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യക്ക് ആദ്യ ഓവറിൽ തന്നെ ഇഷാൻ കിഷനെ 0 നഷ്ടമായി. ഇത്തവണയും 0 പുറത്താവുക എന്നുള്ള ചടങ്ങ് ഇന്ത്യൻ ഓപ്പണർമാർ തെറ്റിച്ചില്ല. പക്ഷേ ഇത്തവണ അഭിഷേക് ശർമ്മയ്ക്ക് പകരം ആ ഇര ഇഷാൻ കിഷനായിരുന്നു. അഭിഷേക് ശർമ്മയെ രക്ഷപ്പെടുത്താൻ സ്ട്രൈക്ക് തുടങ്ങിയ ഇഷാൻ കിഷൻ പക്ഷേ സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ്റെ ബുദ്ധിപരമായ നീക്കത്തിൽ പരാജയപ്പെട്ടു. ക്യാപ്റ്റൻ ഐഡൻ മർക്രം തന്നെയാണ് ആദ്യ ഓവർ ബൗൾ ചെയ്യാൻ എത്തിയത്. ഓഫ് സ്പിന്നിൽ ഇന്ത്യൻ ഇടംകൈമാരുടെ ബലഹീനത മനസ്സിലാക്കിയ ക്യാപ്റ്റൻ ഓഫ് സ്പിൻ ബൗളിങ്ങിൽ തന്നെ ആദ്യ വിക്കറ്റ് ആദ്യ ഓവറിൻ്റെ 4-ാം പന്തിൽ നേടിയെടുക്കുമ്പോൾ ഇന്ത്യക്കുള്ള വ്യക്തമായൊരു മുന്നറിയിപ്പ് തന്നെയായിരുന്നു അത്. ഇഷാൻ കിഷൻ ഔട്ടായപ്പോൾ നങ്കൂരമിടാനെത്തിയ തിലക് വർമ്മയ്ക്ക് പക്ഷേ അധിക ആയുസ് ഉണ്ടായില്ല. 2 പന്തുകൾ നേരിട്ട് 1 റൺസ് മാത്രം എടുത്ത് തിലക് വർമ്മയും പുറത്തേക്ക്. പിറകെ എത്തിയ സൂര്യകുമാർ യാദവ് ബൗണ്ടറി അടിച്ചാണ് തുടങ്ങിയത്. പക്ഷേ 22 പന്തുകൾ നേരിട്ട് 18 റൺസ് മാത്രമാണ് ക്യാപ്റ്റന് നേടാനായത്. അഭിഷേക് ശർമ്മ 15 റൺസ് എടുക്കാൻ 12 പന്തുകൾ കളിക്കേണ്ടി വന്നു. അയർലൻഡിനെതിരെ ഗ്രൂപ്പ് തലത്തിൽ അവസാനമായി കളിച്ച മത്സരത്തിൽ നിന്ന് ഒരു മാറ്റത്തിനും തയ്യാറാകാതെയാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഇന്നിറങ്ങിയത്. വാഷിംഗ്ടൺ സുന്ദറിന് പകരം അക്സർ പട്ടേലിനെ 11-ൽ കൊണ്ടുവരുമെന്ന് ഉറപ്പുണ്ടായിരുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് അക്സർ പട്ടേലിനെ പുറത്തിരുത്തുകൊണ്ട് കഴിഞ്ഞ അതേ 11-നെ ഇന്നിറക്കിയത്. വേൾഡ് കപ്പിൽ തുടരെ 3 മത്സരങ്ങളിൽ 0 പുറത്തായ അഭിഷേക് ശർമ്മയെ മാറ്റി സഞ്ജുവിനെ കൊണ്ടുവരുമെന്നും പ്രതീക്ഷിച്ചിരുന്നു. അതിനും ഇന്ന് ടീം മാനേജ്മെൻറ്റോ ക്യാപ്റ്റനോ തയ്യാറായില്ല. തുടരെ പരാജയപ്പെട്ട അഭിഷേക് ശർമ്മയെ വീണ്ടും എന്തുകൊണ്ട് കളിപ്പിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞത് ഇപ്രകാരമാണ്. അഭിഷേക് ശർമ്മയുടെ ഫോമിനെക്കുറിച്ച് ആശങ്കപ്പെടുന്ന ആളുകളെക്കുറിച്ചാണ് എനിക്ക് ആശങ്കയെന്നാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പറഞ്ഞത്. കഴിഞ്ഞ വർഷം അഭിഷേക് ഞങ്ങൾക്ക് വേണ്ടി കവർ ചെയ്തു, അതുകൊണ്ട് തന്നെ ഇത്തവണ ഞങ്ങൾ അഭിഷേകിനെ കവർ ചെയ്യുന്നു എന്നാണ് ഫോമിലല്ലാതിരുന്നിട്ടും 11-ൽ ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ച് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പറഞ്ഞ ന്യായം. സഞ്ജുവിനെ എന്തുകൊണ്ട് 11-ൽ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ള പത്രക്കാരുടെ ചോദ്യത്തിന് മുന്നിലാണ് ഇത്തരമൊരു മറുപടി സൂര്യകുമാർ യാദവ് പറഞ്ഞത്. എന്തായാലും ഇന്നത്തെ പരാജയത്തിൽ ഇന്ത്യൻ ആരാധകർ ഒട്ടും തൃപ്തരല്ല. ടീം മാനേജ്മെൻറ്റിൻ്റെയും ക്യാപ്റ്റൻ്റെയും മോശമായ തീരുമാനങ്ങൾ തന്നെയാണ് ഇന്ത്യയെ പരാജയത്തിൽ കൊണ്ടെത്തിച്ചത്. വളരെ കൃത്യമായി ഇന്ത്യയെ നിരീക്ഷിച്ച് തന്ത്രങ്ങൾ മെനഞ്ഞ് സൗത്ത് ആഫ്രിക്ക സൂപ്പർ 8 ആദ്യ മത്സരത്തിനിറങ്ങിയപ്പോൾ ഇന്ത്യ ഇപ്പോഴും ഉറക്കത്തിലാണ്, ആലസ്യത്തിലാണ് എന്നാണ് ആരാധകർ കുറ്റപ്പെടുത്തുന്നത്. 76 റൺസിനാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്കയോട് പരാജയപ്പെട്ടത്. 18.5 ഓവറിൽ 111 റൺസിന് ഇന്ത്യ ഇന്ന് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നിലം പരിശായി എന്ന് വേണം തന്നെ പറയാൻ. 37 പന്തിൽ 42 റൺസ് എടുത്ത ശിവം ദൂബെ മാത്രമാണ് അല്പമെങ്കിലും ഒന്ന് പിടിച്ചു നിന്നത്. ഫിനിഷറുടെ റോളിലെത്തി ഇതുവരേക്കും ഒരു ഫിനിഷിങ്ങും നടത്താത്ത റിങ്കു സിംഗ് ഇന്നും ആ പതിവ് തെറ്റിച്ചില്ല. 2 പന്തുകൾ നേരിട്ട് 0-നാണ് റിങ്കു സിംഗ് ഇന്നും പുറത്തായത്. ഇന്ത്യൻ ബാറ്റിങ്ങിൻ്റെ നടുവടിച്ച ബൗളിംഗ് പ്രകടനമാണ്
ഇന്ന് സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി മാർക്കോ ജാൻസൺ നടത്തിയത്. 22 റൺസിന് 4 വിക്കറ്റുകളാണ് അയാൾ നേടിയെടുത്തത്. ഇന്ത്യയെ ഇത്രയും വലിയൊരു പരാജയത്തിലേക്ക് തള്ളിയിട്ടത് ജാൻസന്റെ ആ മികവുറ്റ ബൗളിംഗ് തന്നെയായിരുന്നു. ഹാർദിക് പാണ്ഡ്യയും ശിവം ദൂബെയും ഒരു രക്ഷാപ്രവർത്തനത്തിന് ശ്രമം നടത്തിയപ്പോൾ ഹാർദിക് പാണ്ഡ്യ അടക്കം 3 വിക്കറ്റുകൾ ഒരു ഓവറിൽ നേടിക്കൊണ്ട് കേശവ് മഹാരാജാണ് ഇന്ത്യൻ ടീമിൻ്റെ പരാജയം സമ്പൂർണ്ണമാക്കിയത്. സൂപ്പർ 8-ൽ ശേഷിക്കുന്നത് 2 മത്സരങ്ങളാണ്. ഇന്ത്യക്ക് നേരിടേണ്ടത് വെസ്റ്റ് ഇൻഡീസും സിംബാബ്വേയുമാണ്. ആ 2 മത്സരങ്ങളും ജയിച്ചാൽ മാത്രമാണ് ഇന്ത്യക്ക് സെമി സാധ്യത നിലനിർത്താനാവുക. അടുത്ത ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഗുഡ് ബൈ.